മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെ കഴിഞ്ഞ 40 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ കളം കാവൽ. പടത്തിൻ്റെ കഴിഞ്ഞ റിലീസ് വന്നത് ഡിസംബർ മാസം 5-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസ്. മമ്മൂക്ക, വിനായകൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മുജീബ് മജീദാണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ജിതിൻ കെ ജോസാണ്. ഡെബ്യൂട്ടായൊരു ഡയറക്ടറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. പടം റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 40 ദിവസം ആവുകയാണ്. ഇന്ന് 16-ാം തീയതി പടം ഒഫീഷ്യലായിട്ട് സോണി ലെവലിൽ മലയാളം, തമിഴ് അങ്ങനെ ഒരുപാട് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പടത്തിൻ്റെ ഫൈനൽ കളക്ഷനാണ് ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കഴിഞ്ഞ 40 ദിവസം കൊണ്ട് സിനിമ 37,50,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 2,69,00,000 ഓൾമോസ്റ്റ് 2,69,00,000. കർണാടക നോക്കുകയാണെങ്കിൽ 2,95,00,000. ഇനി ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഓൾമോസ്റ്റ് 1,32,00,000. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 44,46,00,000 നമ്മുടെ ടോട്ടൽ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് നമ്മുടെ കളം കാവൽ സിനിമ നേടിയത്. ഇനി ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷനാണ് ഓവർസീസ്. ഓൾമോസ്റ്റ് ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് മിഡിൽ ഈസ്റ്റ്, UK, അയർലാൻഡ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെ ഇന്ത്യൻ്റെ പുറത്തിൽ ഓൾമോസ്റ്റ് ഓവർസീസ് കളക്ഷൻ മാത്രം ടോട്ടൽ 38,77,00,000 അപ്രോക്സ് ആയിട്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കഴിഞ്ഞ് 40 ദിവസം കൊണ്ട് സിനിമ നേടിയത് 83,23,00,000. സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ബ്ലോക്ക് ബസ്റ്റർ അല്ല, എന്നാലും സൂപ്പർ ഹിറ്റായ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. കളം കാവൽ സിനിമേൻ്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് ടോട്ടൽ 29 കോടിയുടെ അടുത്താണ് ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഷെയർ ആയിട്ട് 18 കോടിയുടെ അടുത്ത് അപ്രോക്സ് കാണുന്നുണ്ട്. പിന്നെ സിനിമേൻ്റെ വേൾഡ് വൈഡ് ഷെയർ ആയിട്ട് അപ്രോക്സ് 37 കോടിയുടെ അടുത്ത് വരും. അങ്ങനെ ടോട്ടൽ സിനിമേൻ്റെ കോസ്റ്റൊക്കെ അല്ലെങ്കിൽ ചിലവ് കാര്യങ്ങളൊക്കെ ഈ തിയേറ്ററിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് തിയേറ്ററിക്കൽ റിലീസിൽ തന്നെ റവന്യൂവിൽ സിനിമ ആ ഒരു വരുമാനത്തിൽ നിന്ന് ഓൾമോസ്റ്റ് സിനിമ നേടിയെടുത്തിട്ടുണ്ട് സിനിമയുടെ ബഡ്ജറ്റൊക്കെ. പിന്നെ ഓൾമോസ്റ്റ് 8 കോടിൻ്റെ പ്രോഫിറ്റും സിനിമയ്ക്ക് നമ്മുടെ പ്രൊഡ്യൂസറിന് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ മമ്മൂട്ടി കമ്പനിക്ക്. പിന്നെ സിനിമ തിയേറ്ററുകളിലൊരു സൂപ്പർ ഹിറ്റാണ്. പിന്നെ സിനിമേൻ്റെ ബിസിനസ് കളക്ഷൻ കൊണ്ട് വരുമ്പോൾ സിനിമയ്ക്ക് വീണ്ടും ഒരു ബോണസ് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണക്കൊക്കെ ഓൾമോസ്റ്റ് സിനിമേൻ്റെ ബിസിനസ് കളക്ഷൻ അല്ല, ടോട്ടൽ തിയേറ്ററിക്കൽ റവന്യൂ മാത്രം. തിയേറ്ററിൽ നിന്ന് സിനിമ നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. പോരാതെ സിനിമേൻ്റെ OTT ബിസിനസ് ഡീല് സിനിമേൻ്റെ റിലീസിന് മുമ്പേ ക്ലോസ് ആയതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡീല് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീണ്ടും ബോണസ് തന്നെയാണ് മമ്മൂട്ടി കമ്പനിക്ക് നമ്മുടെ കളം കാവൽ സിനിമയ്ക്ക്. എന്തായാലും നല്ലൊരു അടിപൊളി ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് നമ്മുടെ മമ്മൂട്ടി കമ്പനിക്ക് ഈ ഒരു കളം കാവൽ സിനിമ സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും പടം ഇപ്പോൾ നിലവിൽ സോണി ലെവലിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. പല ഭാഷകളിലായിട്ട് പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കളം കാവൽ സിനിമയെ കുറിച്ച്, കളക്ഷൻ അപ്ഡേറ്റിനെ കുറിച്ച് എന്തായാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. പക്ഷേ ആദ്യം കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ.